ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരടിപൊളി ചൂട പറ്റിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ചൂട പറ്റിക്കുന്നതിനായി 500 ഗ്രാം ചൂടയാണ് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങയുടെ പീരയാണ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 5 കഷണം ചുവന്നുള്ളി കീറിയത്, 20 പച്ച കുരുമുളക്, 2 ഇതൾ വെളുത്തുള്ളി കീറിയത്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി അരിഞ്ഞ് കഴുകിയത്, എരിവിന് ആവശ്യമായ 3 പച്ചമുളക്, പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കണം. 2 മീഡിയം സൈസ് തക്കാളി കുരു കളഞ്ഞത്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഉള്ളിയും തക്കാളിയും ഉള്ളത് കൊണ്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ നമുക്ക് ചതച്ചെടുക്കാം. ചൂട വറ്റിക്കുന്നതിനുള്ള ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. പച്ച കുരുമുളക് കയ്യിലില്ലാത്തവർ ഉണങ്ങിയ കുരുമുളക് ചേർത്താൽ മതി. ഇനി നമുക്കൊന്ന് പറ്റിക്കാൻ ആരംഭിക്കാം. ചൂട വറ്റിക്കുന്നതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ തിളച്ചപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറുതായി കീറിയ 3 പച്ചമുളകും 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇത് വാടി വരുമ്പോൾ നമുക്ക് തോട്ടുപുളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നല്ല ഒരു കഷ്ണം പുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് ചെറുതായി കീറിയതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇനി പുളി ചൂടുവെള്ളത്തിലാണ് കഴുകിയിട്ടിരുന്നത്. ആ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മീൻ ഇടുമ്പോൾ വേകാനുള്ള വെള്ളം കാണില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഗ്രേവി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂട ചേർത്ത് കൊടുക്കാം. ചൂട നമ്മൾ കുടഞ്ഞിടരുത്, നമ്മൾ വാരി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കഴുകിയ പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കറിയിൽ വീഴും. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചാറ് കൂടുതൽ വേണ്ടുന്നവർ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ചൂട വേകുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ച് വെക്കാം. തിളച്ചപ്പോൾ ഞാൻ അടപ്പെടുത്ത് മാറ്റി. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. 2 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കാം. ചാറ് വേണമെന്നവർ ഈ പരുവത്തിൽ നിർത്താം. ഞാൻ അല്പം കൂടെ പറ്റിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചൂട പറ്റിച്ചത് ഇവിടെ റെഡിയായി.
സ്റ്റൗ ഓഫ് ചെയ്തു. ഞാൻ ടേസ്റ്റ് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറുണ്ണാൻ ഇതുപോലൊരു ചൂട വറ്റിച്ചത് ഉണ്ടെങ്കിൽ മറ്റ് കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്